every minute, one of these 20 contestants will be eliminated. Jimmy Donaldson, better known as Mr. Beast, has built a multi-billion-dollar empire. പുള്ളിയുടെ ലോഗോയിൽ തന്നെ പുള്ളി ട്രാൻസ്ജെൻഡേഴ്സിന് സപ്പോർട്ട് ഉണ്ട്. കാര്യം ആ കളർ കോമ്പിനേഷൻ അങ്ങനെയാണ്. കുറേയൊക്കെ പുള്ളി സ്റ്റേജ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ സംഭവം അടിക്കുന്ന അവിടെ സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഡെസ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന്റെ പേര് ടോർച്ചർ ചെയ്യുന്ന തോന്നിയിട്ടുണ്ടോ? സോ 24ാമത്തെ എപ്പിസോഡിലേക്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വെൽക്കം ബാക്ക്. കട്ടഞ്ഞ ഡബിൾ പോഡ്കാസ്റ്റിൻ്റെ അഗെയിൻ പോഡ്കാസ്റ്റ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്ന ഞങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നവരാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് കറണ്ട് അഫെയർസ്, കുറച്ച് ഫിലോസഫീസ്, പൊളിറ്റിക്സ്, എന്തൊക്കെ സംഭവങ്ങളാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഈ ഒരാഴ്ചയിൽ നടക്കുന്ന സംഭവങ്ങൾ എല്ലാ ഫ്രൈഡേ ഈവനിങ്ങിൽ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റാണിത്. ദാറ്റ് ബീങ് സെഡ്, അഗെയിൻ ഈ പാനലിരിക്കുന്ന ആൾക്കാരെ അറിയില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ക്യാമറയിൽ ജസ്റ്റ് ക്വിക്ക് ഇൻട്രഡക്ഷൻ കൊടുക്കാനാണെങ്കിൽ ഞാൻ എൻ്റെ പേര് സേതു, സംഗീത്, ഷൈനോ, ബെൻസൺ, വൈശാഖ്. അപ്പോൾ ഇതൊക്കെയാണ്. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് മിസ്റ്റർ ബീസ്റ്റ്. അപ്പോൾ മിസ്റ്റർ ബീസ്റ്റ് ഒഫീഷ്യലി 500 മില്യൺ കടന്നു പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സും സംഭവങ്ങളും. പുള്ളി ഒരിടയ്ക്ക് ഞാനിങ്ങനെ കേട്ടായിരുന്നു പുള്ളിയുടെ റീച്ച് കുറഞ്ഞു വരുന്നുണ്ടോ, ആൾക്കാർ പുള്ളിയുടെ പണ്ടത്തെ പോലെ കാണാതിരിക്കുന്നുണ്ടോ, ബട്ട് സ്റ്റിൽ പുള്ളിയുടെ വ്യൂ വേറെ ലെവലാണ്. അപ്പോൾ പുള്ളി ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് കോൺസ്പിറസീസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞറിയിക്കുക. ഞങ്ങളുടെ കുറച്ച് കോൺസ്പിറസീസും അല്ലെങ്കിൽ പുള്ളിയുടെ ഇൻട്രസ്റ്റിംഗ് കുറച്ച് ഫാക്ട്സും സംഭവം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതാരുടെ ടോപ്പിക്കായിരുന്നു? വൈശാഖിൻ്റെ ടോപ്പിക്കാണ്. ഓക്കെ. ഇല്ല, ഞാൻ മെയിനായിട്ട് ഇത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ പുള്ളിയുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് പുള്ളിയുടെ ചാനൽ കാണാൻ തുടങ്ങി എന്നുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നു, അല്ലെങ്കിൽ എന്താണ് പിടിച്ചിരുത്തുന്നത് ആ ഒരു ചാനലിൽ? ഞാൻ കാണാറില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പുള്ളിയുടെ ഞാൻ മറ്റേ ഒരു സംഭവം ഭയങ്കര ഫേമസ് വീഡിയോ കാണുന്നത് ഞാൻ കുറേ ആലോചിച്ചിട്ട് കാണാൻ പറ്റില്ല. ഏതാ മറ്റേ എന്തായിരുന്നു ഒരു ഗെയിം, സ്ക്വിഡ് ഗെയിമിൻ്റെ റൈറ്റ് കണ്ടല്ലോ. പക്ഷെ എനിക്കൊന്ന് പുള്ളിയുടെ ഞാൻ കേട്ടേക്കെന്ന് വെച്ചാണെങ്കിൽ പുള്ളി അൽഗോരിതം കുറേ വർഷങ്ങൾ പുള്ളി ചെയ്ത് എക്സ്പീരിയൻസ് വെച്ചിട്ട് പുള്ളി വീഡിയോ കട്ടിങ്, എഡിറ്റിങ് സംഭവങ്ങൾ ഒരു ആവറേജ് ആൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിൽ, പിന്നെ ഇതുപോലെ കുറേ പൈസ വെറുതെ ഒരാൾക്ക് കൊടുക്കുന്നു സംഭവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, അങ്ങനെ എനിക്കും കിട്ടണം എന്നുള്ള. പിന്നെ പുള്ളിയുടെ വീഡിയോസിൽ കോൺട്രാസ്റ്റ്, $1 വീട്ടിൽ താമസിക്കുന്നു, 500 മില്യൻ്റെ വീട്ടിൽ താമസിക്കുന്ന വ്യത്യാസം, തംബ്നെയിൽ സംഭവങ്ങൾ. അപ്പോൾ ഇതുപോലെ എന്താ പറയുന്നത്, ബോറടിപ്പിക്കാതെ ഇരുന്ന് വീഡിയോസ് ചെയ്യുന്ന മെയിൻലി എനിക്കൊന്ന് എഡിറ്റിങ്ങും സംഭവങ്ങളാണ്. പിന്നെ എനിക്ക് തോന്നുന്ന പുള്ളി ആ ചെയ്യുന്ന റിവാർഡും സംഭവങ്ങളാണെങ്കിലും എല്ലാവരും ലൈഫിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഇതുപോലെ പുള്ളി ഒരു വീഡിയോയ്ക്ക് $5 മില്യൺ വരെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പുള്ളി ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ ഈവൻ ഈ ബീസ് ഗെയിംസ് പോലെ, ബീസ് ഗെയിം എനിക്ക് തോന്നുന്നു പ്രൈം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആമസോൺ പ്രൈമായിട്ടായിരുന്നു. It's not really about the money anymore, but I will say the most just period expensive thing I did was Beast Games, which was our Prime Video show. I mean, in season 1 I spent over like $20 million just building a city in the show. So for the contestants to live in. So that thing, we got a little carried away. പക്ഷെ അതല്ലാണ്ട് പുള്ളി യൂട്യൂബിൽ ഒരു വീഡിയോ ആണെങ്കിൽ $2 മില്യൺ തൊട്ട് $5 മില്യൺ വരെ ചിലവാക്കുന്ന പുള്ളി പറഞ്ഞേക്കുന്നത്. It's no secret. Like I'm spending $3-4 million on some videos. Cost, like time, like those things don't factor in. If you ask me, no. If you ask my team, yes. I'll be like, I want to do this, and they'll be like, it's too expensive, and I'll be like, is it too expensive, or have you not looked into the numbers yet? ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ റിസൾട്ട് ആയിരിക്കും പുള്ളിക്ക് ചിലപ്പോൾ കിട്ടുന്നത്. ബാക്കി എല്ലാവർക്കും തോന്നുന്നത് എന്തുകൊണ്ടാണ് പുള്ളി ചോദിച്ചാല് പുള്ളിയുടെ ചാനൽ ആൾക്കാർ? ഞാനിത് പുള്ളിയുടെ ചാനൽ കണ്ടു തുടങ്ങിയത് പുള്ളി ടി സീരീസിൻ്റെ ആ ഒരു വാർ നടന്നപ്പോൾ പുള്ളി സപ്പോർട്ട് ചെയ്യുമായിരുന്നു പ്യൂഡിഫൈനെ. പുള്ളി അപ്പോൾ കുറേ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിക്കുമായിരുന്നു ഓൾ ഓവർ USA. പുള്ളി ഇന്ന സ്ഥലത്ത് സബ്സ്ക്രൈബ് ഫോർ പ്യൂഡിഫൈ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു ക്യാമ്പയിൻ നടത്തിയായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളിക്ക് എനിക്ക് ഒന്ന് 5-10 മില്യൺ സബ്സ്ക്രൈബർ ഉള്ളായിരുന്നു. പ്യൂഡിഫൈക്ക് അറൗണ്ട് 80-70 മില്യൺ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. ടി സീരീസിന് 80 മില്യൺ ഉണ്ടായിരുന്നു. ആ ഒരു ലെവലിൽ നിന്ന് എനിക്കറിയത്തില്ല, ഒരു 5-6 വർഷം കൊണ്ട് പുള്ളിക്ക് ഇപ്പോൾ പ്യൂഡിഫൈനെക്കാട്ടും 5 ഇരട്ടി സബ്സ്ക്രൈബറുണ്ട്. പ്യൂഡിഫൈ ആ സമയത്ത് 100 മില്യൺ അടിച്ചാൽ ഇന്നും പ്യൂഡിഫൈക്ക് എനിക്ക് തോന്നുന്നത് 110 അത്രേ ഉള്ളൂ. മിസ്റ്റർ ബീസ്റ്റ് ആ 5 മില്യണിൽ നിന്ന് 500 മില്യൺ സബ്സ്ക്രൈബർ, അതെന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ആണ് പുള്ളി എത്തിയൊരു ഇത്. പിന്നെ പുള്ളിയുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റി ഭയങ്കര നെക്സ്റ്റ് ലെവലാണ്. പുള്ളി ചെയ്യുന്ന സംഭവങ്ങൾ അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. യൂട്യൂബിൽ പുള്ളി ചെയ്യുന്ന വീഡിയോസ് 1 vs 500 മില്യൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുള്ളി ചെയ്യുന്ന എനിക്കറിയത്തില്ല വേറെ എത്ര യൂട്യൂബേഴ്സിന് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി വൈസ് ഇപ്പോൾ ഇങ്ങനെ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, പക്ഷേ അവർക്കൊന്നും ഈ ലെവലിൽ എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MKBHD, പുള്ളിയുടെ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മിസ്റ്റർ ബീസ്റ്റിനെക്കാട്ടും നെക്സ്റ്റ് ലെവലാണ്. ക്വാളിറ്റി വൈസ്, എഡിറ്റിംഗ് വൈസ്, തംബ്നെയിൽ ഭയങ്കര സിമ്പിൾ തംബ്നെയിൽ. പക്ഷേ പുള്ളിക്ക് ഇത്രയും വ്യൂസ് കിട്ടുന്നില്ല. കാരണം ആൾക്കാർക്ക് ഈ വീഡിയോസാണ് കൂടുതൽ ഇഷ്ടം.
പുള്ളിയുടെ വീഡിയോസ് എസ്പെഷ്യലി 40 മിനിറ്റിൻ്റെ ഉണ്ട്. 40 മിനിറ്റ് എൻ്റർടൈൻമെൻറ്റ് ഒരാൾക്ക് കിട്ടുന്നത്, കണ്ടിന്യൂസ് എൻ്റർടൈൻമെൻറ്റ്, അതിൽ ബോറിംഗ് ആയിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു സംഭവം വേറെ എത്ര യൂട്യൂബേഴ്സിന് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇപ്പം പുള്ളിയുടെ ഒരു വീഡിയോ കണ്ട്, പുള്ളി ഒരു കുഴി ഒഴിച്ചിട്ട് അതിനകത്ത് എത്ര മണിക്കൂർ കിടക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോ 72 hours മരിച്ച പോലെ എന്തോ ചാർജ്, അതുപോലെ ഏതോ അബാൻഡൻ ആയിട്ടുള്ള ഒരു ഐലൻഡിൽ പോയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഇതുപോലെ എന്താ പറയാ കുറെയൊക്കെ സ്റ്റേജ്ഡ് ആണെന്നും ഒരു ഇത് പറയുന്നത്, അതൊക്കെ കോൺസ്പിറസി തിയറി ഒരുപാട് കോൺസ്പിറസി ഉണ്ട്. ആണെന്ന് പറയുന്ന ഒരു കോൺസ്പിറസി തിയറി ഞാൻ കുറേയൊക്കെയാണോ എനിക്കൊന്ന് ആവശ്യം. ഇപ്പോൾ ഈ ഞാൻ പുള്ളിയുടെ ഈജിപ്തിൻ്റെ സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നപ്പോൾ നമ്മൾ ടി വിയിലിട്ടായിരുന്നു. അതിൽ എനിക്കങ്ങോട്ട് ഇൻട്രസ്റ്റ് വരുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അതിൻ്റെ അകത്ത് പോകുമ്പോഴത്തേനും അയ്യോ ഞാൻ ഇതിന് തിരിച്ചു വരുമെന്നൊക്കെയാണ് പുള്ളി കാണിക്കുന്ന ആ സംഭവം. അയ്യോ ഇതിനകത്ത് ഇത് ഏറ്റവും വലിയ ഡേഞ്ചർ സംഭവമാണ്. പക്ഷേ ബാക്ക് ഓഫ് ദി മൈൻഡ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 500-1000 സെക്യൂരിറ്റി അവിടെ ഉണ്ടാവും പുള്ളിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട്. പുറത്ത് വെയിറ്റ് ചെയ്തുണ്ടാവും, ഹെലികോപ്റ്റർ പറക്കുന്നുണ്ടാവും. പുള്ളിയുടെ ക്യാമറ പിടിച്ചുകൊണ്ടുള്ള പുള്ളിയാണ് ഏറ്റവും അടി നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയാണ് ക്യാമറ പിടിച്ചൊരു ക്രൂ ചിലപ്പോൾ പുള്ളിയുടെ പുറകിലുണ്ടാവും. പക്ഷേ പുള്ളി അവിടെ നിന്നിട്ട് പേടിക്കുന്ന പോലെ കാണിക്കുന്നത്. അപ്പോൾ അത് എന്താ പറയുക, അത്ര എനിക്ക് കിക്ക് കിട്ടത്തില്ല കമ്പയർ ടു ഇപ്പോൾ ഒരു പുള്ളി ഈ ജംഗിളിൽ തന്നെ ഒരു ക്യാമറ പിടിച്ചുകൊണ്ട് പോകുന്ന പുള്ളി ഉണ്ടല്ലോ. അപ്പോൾ പുള്ളിനെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഓർക്കും ചിലപ്പോൾ പുള്ളി തട്ടിപ്പോയേക്കാം. ഓൾദോ പുള്ളി തട്ടിപ്പോയതാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്, അതും അറിയാൻ മനസ്സിൽ, അതുകൊണ്ട് കാണത്തില്ല. പക്ഷേ ഈ പുള്ളിയുടെ എസ്പെഷ്യലി പുള്ളിയുടെ ആ ഒരു ഡ്രോൺ സംഭവമൊക്കെ പറഞ്ഞ് വ്യൂസ് ഷോട്ടൊക്കെ എടുക്കുന്നു. എന്നിട്ട് പുള്ളി പറയുന്നത് ഞാൻ തന്നെയാണ് ഇവിടെ നിന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. കാര്യം ആ ക്യാമറ പിടിച്ചിരുന്ന റേഞ്ചിൽ പുള്ളി തന്നെയാണ്. പക്ഷേ അതിന് പുറകിൽ എനിക്കൊന്ന് ഒരു ഹെലികോപ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും ഇത് കിട്ടാത്തതെന്ന് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ. അതുകൊണ്ട് അധികം വീഡിയോസ് കാണാത്തത്. പക്ഷേ ഇതിൽ നീ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എടുക്കുന്ന റിസ്ക്, അതിൻ്റെ ലൈഫ്. പിന്നെ പുള്ളി യൂട്യൂബിനെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് യൂട്യൂബിലുള്ള ആരെ വേണേലും വെച്ച് ഇത് ചെയ്യാൻ പറ്റും. ഈവൻ ഔട്ട് ഓഫ് യൂട്യൂബ് ഫുട്ബോളേഴ്സ് അവരെല്ലാവരും പുള്ളിക്ക് ഉള്ള ഒരു പവർ എനിക്കറിയത്തില്ല എത്ര പേർക്കുണ്ടെന്ന്. ഈവൻ പുള്ളി ചെയ്തൊരു ഫേമസ് ആയിട്ടുള്ള ഒരു 100 യൂട്യൂബേഴ്സിനൊക്കെ ഗ്യാദർ ചെയ്ത് ഈവൻ ഇന്ത്യൻ കുറേ യൂട്യൂബേഴ്സ് സ്ട്രീമേഴ്സിനെ വെച്ചൊരു സംഭവം ചെയ്തായിരുന്നു. അതിൽ കാരിമിനാട്ടി വന്നായിരുന്നു, പായൽ ഗെയിമിംഗ് എന്ന് പറഞ്ഞ, അങ്ങനെ ഇന്ത്യൻ ക്രിയേറ്റേഴ്സും വരുന്നുണ്ട് പുള്ളിയുടെ. പക്ഷേ ഇപ്പോൾ ഈ ഇതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കോൺസ്പിറസീസ് പുള്ളിനെ കുറിച്ച് പറയുന്ന ആൾക്കാർ ഒന്ന് പറയുന്നത് പുള്ളിയുടെ പേരിട്ടേക്കുന്നത് മിസ്റ്റർ ബീസ്റ്റ്. പുള്ളിയുടെ കളർ സെലക്ഷൻ എനിക്കൊന്ന് ആൾക്കാർ പറയുന്നത് പ്രൈഡിൻ്റെ അല്ല ഗേസിൻ്റെ, റൈറ്റ്. ആ ഒരു കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്ന എന്താ പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഫ്ലാഗിൻ്റെ കളറാണെന്ന് പറയുന്ന ആൾക്കാർ. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് പിള്ളേരില്ല. പുള്ളിയുടെ വീഡിയോസ് കൂടുതൽ പുള്ളി തുടങ്ങിയേക്കുന്ന ബിസിനസ് ചോക്ലേറ്റിൻ്റെ ബിസിനസ്സാണ്. സോ അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് കുറേ പറയുന്നുണ്ട്. അതായത് വൺസ് ഒരാളുടെ ഒരു റീച്ച് ഒരു ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ പണ്ട് സംസാരിച്ചിട്ടുള്ള പോലെ എലീറ്റ്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് എന്താണോ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ളത്, എസ്പെഷ്യലി പിള്ളേർ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ കൺവേ ചെയ്യാൻ വേണ്ടി പുള്ളി യൂസ് ചെയ്യുന്നുള്ളൊരു കോൺസ്പിറസി കാര്യങ്ങളുണ്ടായിരുന്നു. അതിപ്പം നീ പറയുന്ന പോലെ കുറേ റെഫറൻസ് ഇതിലും കാണാൻ പറ്റും. മറ്റിപ്പോൾ കുറേ ആൾക്കാർ പറയുന്ന ഈ മറ്റേ ട്രയാങ്കിളിൻ്റെ ഷേപ്പുള്ള സാധനങ്ങൾ, ഒരു കണ്ണ് അടച്ചു വെച്ചിട്ടുള്ള ഇത്, അങ്ങനെ ഒരു കോൺസ്പിറസി ഉണ്ട്. അതായത് ഈ പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കൺട്രോളിലല്ല, പുള്ളിയെ കൺട്രോൾ ചെയ്യുന്നതും പുള്ളി എന്തൊക്കെ സാധനങ്ങൾ പുറത്തോട്ട് വിടണമെന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതിലൊരു എക്സാമ്പിൾ മറ്റേ ന്യൂറാലിങ്കിന്റെ കേസ് പറഞ്ഞു. പുള്ളി അത് പ്രൊമോട്ട് ചെയ്യുന്നു. ഇപ്പോൾ അത് ഒരു ഫീസ് ബൈറ്റ് എന്നല്ലേ പുള്ളിയുടെ ചോക്ലേറ്റിന്റെ പേര്, അത് തന്നെ. ഫീസ്റ്റബിൾസിനകത്തും എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ പറയുന്നുണ്ടായിരുന്നു. പുള്ളി മറ്റേ ലാബ് ഗ്രൗണ്ട് ബീറ്റിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ? അത് ബ്ലാക്ക് റോക്കുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ അപ്സൈഡ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് റോക്കുമായിട്ട് അവരുടെ പാർട്ട്ണർഷിപ്പാണ്. അപ്പൊ അതിന്റെ പാർട്ട്ണർഷിപ്പിലും പുള്ളിക്ക് സംഭവമുണ്ട്. പുള്ളി അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് ചിൽഡ്രനിലാണ്. അപ്പോൾ വരുന്ന ചിൽഡ്രൻ എങ്ങനെ ആയിരിക്കണം എന്ന് പുള്ളി കൺട്രോൾ ചെയ്യാൻ ഇത്രയും റീച്ച് ഉണ്ട്. ഈ ചോക്ലേറ്റ് വാങ്ങുന്ന പിള്ളേരൊക്കെ ഇത് കാണുന്ന ആൾക്കാരിൽ അവർ പുള്ളിയുടെ LGBT ഒരു പുള്ളിയുടെ ഒരു ഫ്രണ്ട് LGBT അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണ്. അതല്ലേ ഈ പുള്ളി നടത്തുന്ന ഈ ഇതൊക്കെ ഉണ്ടല്ലോ, അതായത് ഒരു കുറച്ച് പേരെ മാത്രം റൂമിനകത്തിട്ട് അതൊക്കെ ഒരു തരം ഡാറ്റ കളക്ഷൻ ആണെന്നാണ് പറയണേ. അതായത് ഇത്ര അങ്ങനെ വളരെ ഡെസ്പറേറ്റ് ആൾക്കാരെ മാത്രമായി ചൂസ് ചെയ്യുന്നത്, പൈസയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരെ അവിടെ ഇട്ടിട്ട് മാക്സിമം ടോർച്ചർ ചെയ്യുന്ന ഒരു രീതി. എന്നിട്ട് കൊല്ലു കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യം കുറ്റമാകുമല്ലോ. എന്നിട്ട് ആ എത്തുന്നിടത്ത് അവർക്ക് പൈസ കൊടുക്കും. അപ്പോൾ ആ ഒരു ഡാറ്റ വെച്ചിട്ട് വേറെ എന്തോ പ്ലാനിങ് എന്ന് പറയണേ. പിന്നെ ഈ വേള ഈ റോക്കഫെല്ലർ എന്ന് പറയുന്ന ഇതുമായിട്ട് എന്തോ ടൈപ്പ് എന്തോ ഉണ്ടെന്ന് ഈ പുള്ളിയാണ് നീ പറഞ്ഞത് മിസ്റ്റർ ബീസ്റ്റ് ആൾക്കാരെ ടോർച്ചർ ചെയ്യുന്നത്. ആടാ പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ടില്ല നീ? കാട്ടിക്കൊണ്ടേ രണ്ടുപേരെയൊക്കെ വിട്ടിട്ട്. സോ ഇപ്പോൾ നമ്മൾ ബേസിക്കലി നോക്കുമ്പോൾ നമുക്ക് ഡോപ്പമീനെ കിട്ടുന്നത്. കാരണം രണ്ടുപേര് സർവൈവലിൽ നടക്കുന്നു,
പക്ഷെ അതിന്റെ അവരുടെ സ്ഥലത്ത് നോക്കുമ്പോ എന്താടാ, അവർക്ക് പൈസ ഇല്ല, വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് തോന്നുന്നുണ്ട് ടോർച്ചർ ആണെന്ന്. എനിക്ക് ഇതുവരെ ടോർച്ചർ ആയിട്ട് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഫുൾ കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ് എനിക്ക് തോന്നുന്നത്. അവരായിട്ട് ഫോഴ്സ് ചെയ്യല്ല. ഇവരുടെ കാര്യത്തിൽ കൺട്രോൾഡ് ആണ് ഇവര് നിൽക്കുന്ന വീഡിയോസ് എല്ലാം. പക്ഷെ ഇവ ആൾക്കാരെ കൊണ്ടുവരുന്നതാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത് ഇവന് ഇതിലായിട്ട് ഒരാൾക്ക് പോലും എന്നും പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞു, നിന്നോട് നിനക്ക് ഓപ്ഷൻ ഉണ്ട്, എടുക്കാതിരിക്കാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നീ എടുക്കണോ വേണ്ടെന്ന് ആലോചിക്കുമ്പോൾ നീ നിന്റെ പ്രാരാബ്ദം കൂടെ ആലോചിക്കും. എനിക്ക് ഇത്രയും പൈസയ്ക്ക് ആവശ്യമുണ്ട്, ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ദിവസത്തിനുള്ള എന്റെ പ്രശ്നം മൊത്തം തീരും. പുള്ളിക്കെതിരെ വന്ന 2 അലിഗേഷൻ ഉണ്ട് കേട്ടോ. അത് അധികം പുറലോകം അധികം കേട്ടിട്ടൊന്നുമില്ല. അത് കുറച്ച് ഇതായി പോയത്. ഒന്ന്, ബീസ് ഗെയിംസിന് ഒരു ലോ സ്യൂട്ട് പോയിട്ടുണ്ട്. Mr. Beast and Amazon have been accused of exploiting TV contestants, and this is a huge deal. 2 major allegations: the unconscionability of the contract that the contestants signed, and the misclassification of the contestants as independent contractors instead of employees. ബീസ് ഗെയിംസിൽ വന്നൊരു കണ്ടസ്റ്റന്റ് അത് ഒട്ടും സേഫ് അല്ല, അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട്. പക്ഷെ അതും അധികം പുറത്ത് വന്നിട്ടില്ല. പ്ലസ് പുള്ളിയുടെ ഒരു എംപ്ലോയി പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തൊരു പുള്ളിക്കാരി ഇതുപോലെ ഹറാസ്മെന്റിനൊക്കെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കെതിരെ. But this morning, a former employee is suing his production company. I was yelled at, cursed at. Lorraine Mavromatis claims she was subject to sexual harassment and gender bias. പുള്ളി ഹറാസ് ചെയ്തെന്നല്ല, ബട്ട് എനിക്കൊന്ന് ആ വർക്ക് പ്ലേസിൽ മെൻ്റൽ ടോർച്ചറോ ഹറാസ്മെൻറ്റോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കേസ് എനിക്കൊന്ന് നമ്മൾ ഗൂഗിളിൽ നോക്കിയാലും കാണാൻ പറ്റും, സ്റ്റിൽ ഉണ്ടത്. പിന്നെ പുള്ളിയുടെ ഈ പറഞ്ഞ മിസ്റ്റർ ബീസ്റ്റ് എന്ന പേര് അയാൾ ശരിക്കും ജിമ്മി ഡൊണാൾഡ്സൺ ജെയ്മി ഡൊണാൾഡ്സൺ, അത് ആ പുള്ളിയുടെ മിസ്റ്റർ ബീസ്റ്റ് എന്ന പേരും. പിന്നെ അയാൾ ഇടയ്ക്ക് ഇപ്പൊ ഈ റോക്ക് ഫെല്ലറിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പുള്ളി 2 ഡെവിൽ ഹോൺ കാണിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഇതും പറയുന്നുണ്ട്. അതായത് ഒരു ഇതുപോലെ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതൊരു ഒറ്റ ഷർട്ട് പോലെ ഉള്ളൂ, അതും കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സാധനമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു, ഇങ്ങനെ ആളുകളെ ഡെസ്പറേറ്റുള്ള ആൾക്കാരെ വിളിച്ച് ഇതിങ്ങനത്തെ എക്സ്പെരിമെന്റ് ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഷൈനോക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഇതുവരെ പുള്ളിയെ അധികം ഫോളോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പുള്ളിയെ സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ലെന്നാണ് പുള്ളിയുടെ യൂട്യൂബിൽ. എനിക്കൊന്നൊരു 5 വീഡിയോ താഴെ നിന്നുണ്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കിതുവരെ എല്ലാവർക്കും ഉള്ള ഒരു ഇത് തോന്നിയിട്ടില്ല, ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താ. കാരണം നമ്മൾ നോക്കുമ്പോൾ എനിക്കൊന്നും തോന്നുന്നുണ്ട്, പലപ്പോഴും തോന്നുന്നുണ്ട് ഇതൊക്കെ സ്റ്റേജ്ഡ് ആണോ, ഒരു റൂമിൽ ആൾക്കാരെ ഇട്ടിട്ട് ഇവരെല്ലാം പുള്ളിക്കറിയാവുന്ന ആൾക്കാരെ കൂടെ അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടായിക്കൂടെ, അല്ലാതെ കുറച്ച് കാശ് കൊണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. എന്നാലും എനിക്ക് അങ്ങോട്ട് ഫുള്ളി ഡൈജസ്റ്റ് ആയിട്ടില്ല ഇതുവരെ. സംഭവം എല്ലാം ശരിക്കും ലെജിറ്റ് ആണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അത് കാരണം ഞാനിതുവരെ അധികം പുള്ളിയെ ഫോളോ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ പുള്ളിയുടെ ഒരു കൺസ്പിറസി ഒക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറേ കൂടെ ഇതായത് മനസ്സിലായത്. ലൈക്ക് നീ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല പുള്ളി ഒറ്റയ്ക്കുള്ള പണിയായത്. പുള്ളി ആരൊക്കെയോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം പുള്ളിക്ക് ഇത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ പുള്ളി വഴി ഇനി അടുത്തൊരു കുറേ പിള്ളേരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും വേണ്ടവർക്ക്. ഇപ്പോൾ നമ്മുടെ ബിൽഗേറ്റ്സിനാണെങ്കിലും പുള്ളിയുടെ ലാബ് ഗ്രൗണ്ട് മീറ്റൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇയാൾ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ എന്തായാലും മേടിക്കും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പുള്ളിയുടെ ഭയങ്കര ഫാൻസൊക്കെ. അപ്പം ഇയാളുടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പിള്ളേരൊക്കെ അത് മേടിക്കും. പക്ഷെ പിന്നെ എനിക്കൊന്ന് പുള്ളി ഒരു 20 വർഷം കൊണ്ടാണ് യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പം പിന്നെ കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ഇവിടെ ഒരു എത്തിയത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഈവൻ മറ്റേ ആ പുള്ളിയുടെ ഫ്രണ്ടിന്റെ കേസ് പറഞ്ഞേ, ക്രിസ് പുള്ളിയുടെ കൂടെ കുറെ നാള് വീഡിയോസിലെല്ലാം ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതി ട്രാൻസ്ജെൻഡറായി, ഫീമെയിലാന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു, ഫുള്ളി ഫീമെയിലോട്ടായി. സോ അപ്പോൾ അത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇതുപോലുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു കോൺട്രാക്ട് എലീറ്റ്സുമായിട്ട് സൈൻ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സോ പുള്ളി സാക്രിഫൈസ് ചെയ്ത പുള്ളിയുടെ ഫ്രണ്ടിനെ ആയിരുന്നു. സോ അപ്പോൾ അതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡറിസം ആയത്. പിന്നെ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ബീസ്റ്റ് തന്നെ ആ ഫ്രണ്ടിനെ വീഡിയോ എന്നൊക്കെ എടുത്ത് മാറ്റി. അഭിതമ്മ എന്തോ പ്രശ്നം ഉണ്ടായി. പിന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നത് ക്രിസ് വരുന്നത്. കാരണം ക്രിസ് പെണ്ണിനെ പോലെ ഡ്രസ്, ഇന്നലെ ഒരു ചെറുക്കനായിട്ട് ഇരുന്ന ഒരാൾ ഇന്ന് പെണ്ണായിട്ട് ഡ്രസ്സ് ചെയ്യുന്നു. അതിന്റെ എന്തോ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മിസ്റ്റർ ബീസ്റ്റ് തന്നെ വന്നിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ മിസ്റ്റർ ബീസ്റ്റ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ല. പക്ഷേ പുള്ളിക്ക് എന്തോ പേഴ്സണൽ ലൈഫ് കാര്യങ്ങളുണ്ട്. ഈ പുള്ളിക്ക് ക്രിസ്ത്യനൊരു കൊച്ചുണ്ട്. കൊച്ചുണ്ടായിരുന്നിട്ടാണ് പുള്ളി ട്രാൻസിഷൻ ചെയ്തത്. പുള്ളി ഒരു ഫാദർ ടു മദറായി ആ ഒരു ഫേസിൽ. അപ്പോൾ അത് പറയുന്നത് അതാ, ഈ സാക്രിഫൈസ് നടന്നത് വൺസ് പുള്ളിയുടെ കൺട്രോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ഒരു കോൺട്രവേഴ്സി ചാൻസ് ഉണ്ട്. ഇപ്പൊ നല്ല യൂട്യൂബിൽ 500 മില്യൺ ഈ പുള്ളിയുടെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ പുള്ളി റാൻഡംലി ഇപ്പോൾ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുള്ളി ഒന്ന് ചോദിക്കുമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ പിടിച്ചോ 100 മില്യൺ അങ്ങനെ പറയണ പുള്ളി കുറേ വീഡിയോസ് ഇടും. അപ്പോൾ ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ നാളെ ക്യാൻഡേ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുമോ.
അങ്ങനെ അത് കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട്. കാരണം പുള്ളിയുടെ ഞാൻ ഇപ്പോൾ നോട്ട് ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ 500 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ പുള്ളിക്ക് ഒരു വീഡിയോയ്ക്ക് 50 മില്യൺ 60 മില്യൺ അതൊക്കെയാണ് ആവറേജ്. പക്ഷെ അത് ഭയങ്കര ഇമ്പ്രസീവ് അല്ല. ഇപ്പോൾ സമീർ റൈനയുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് 60 മില്യൺ, അതിന് മുമ്പത്തേന് 66 മില്യൺ. പുള്ളിയുടെ ഫോളോവർ 9 മില്യനേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആ ഒരു ഡിഫറെൻറ്റ് 9 മില്യൺ സബ്സ്ക്രൈബറുള്ള ഒരാൾക്ക് 500 മില്യൺ സബ്സ്ക്രൈബറിൻ്റെ വ്യൂസ് കിട്ടുന്നുണ്ട്. ആക്ച്വലി പുള്ളീനെ സബ്സ്ക്രൈബ് ചെയ്താക്കണേ കുറച്ചുകൂടി ഇതൊക്കെയാണ് ഇങ്ങനെ ലോട്ടറി പോലത്തെ സംഭവമല്ലേ. നാളെ ലോട്ടറി അടിച്ചാലോ എന്ന് ഓർത്ത് സബ്സ്ക്രൈബ് ചെയ്താക്കണേ ആൾക്കാരെ കൂടുതൽ. പക്ഷെ എനിക്കൊന്ന് പുള്ളിയുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ എനിക്കറിയില്ല കേട്ടോ. എത്ര വീഡിയോ ആണ് പുള്ളി ഇടുന്നതെന്നൊന്നും ഒരു മാസം കാര്യങ്ങളൊന്നും. കാരണം 1-2 വീഡിയോസ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജിലും ചാനലുണ്ട്. പുള്ളിക്ക് ഒരു 10,000 ചാനലുണ്ട്. എല്ലാ ചാനലിലും ഇത്ര എല്ലാത്തിൽ നിന്നും റവന്യൂ വരുന്നുണ്ട്. അതായത് ഓരോ ലാംഗ്വേജിനാണ് ഓരോ ചാനൽ. പിന്നെ ഹിന്ദിയിലും പുള്ളി ഗെയിമിംഗ് വെച്ചിട്ടാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇവർക്ക് ഇപ്പൊ ഇതുപോലെ ഈ ബീസ് ഗെയിംസ് ഉണ്ട്, ഈ ഫീസ്റ്റബിൾസ് ഉണ്ട്. പുള്ളിക്ക് കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ആ ലാബ് ഗ്രൗണ്ട് മീറ്റിന്റെ സംഭവങ്ങൾ വേറെന്തോ സെറ്റപ്പ് കൂടെ ഉണ്ടായിരുന്നു ഇവർക്ക് ഇതിന്റെ ബാക്കിൽ. അത് ഞാൻ വിട്ടുപോയി. കുറെ ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളുണ്ട്, കുറെ വേറെ അല്ലാതെ കുറെ സംഭവം ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇംപ്രസീവ് ആണ്. ഈ പുള്ളിയുടെ ഈ വീഡിയോ ഉണ്ടായിരുന്നു 8 മാസം മുമ്പ് അപ്ലോഡ് ചെയ്തത്. 2025 പുള്ളി 10 വർഷം മുമ്പ് സ്കെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോയാണ്. 5 വർഷം മുമ്പത്തെ പുള്ളിയുടെ എനിക്ക് മനസ്സിലായി. അതായത് ഇത്ര വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഐ മീ ഇൻ 10 ഇയേഴ്സ്. അതിൽ പുള്ളി ഞാനിങ്ങനെ ആയിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് ഭയങ്കര മുകളിലായി പോയി. പുള്ളി 2015 അത് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചാണ് 2025 പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. കമന്റിൽ പുള്ളി ഇട്ടേക്കുന്നത് ഹോളി ക്രാപ്പ്, ഐ വിൽ പ്രോബബ്ലി ബി സോ ഡിഫറെൻറ്റ് വെൻ ദിസ് ഗോസ് വൈറൽ. ഐ വിൽ ബി ഡൺ വിത്ത് ഹൈ സ്കൂൾ. ഐ വിൽ പ്രോബബ്ലി ഹവ് ഗോൺ ത്രൂ കോളേജ്. പ്രോബബ്ലി ഗോട്ടൺ മാരേജ്. ജസ്റ്റ് കിഡിങ്, ഐ എം എ ലൂസർ. ബട്ട് ദെൻ യു നോ പുള്ളി അതിന്നൊക്കെ ഭയങ്കര മുകളിലല്ലായിരുന്നു. അപ്പോൾ അതിന് 62 മില്യൺ ആ ഒരു വീഡിയോയ്ക്ക് തന്നെ വ്യൂ ആയി. അപ്പോൾ ആ ഒരു കോൺഫിഡൻസും വേറെ ലെവൽ. അതൊക്കെ അന്ന് എന്ന് വെച്ചാൽ പുള്ളി ഫുള്ളി സംഭവം ചെയ്ത് നോക്കുമ്പോഴത്തേനും പുള്ളിയുടെ ഹാർഡ് വർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എടാ ഈ പുള്ളി അതുപോലെ വലിയ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ആ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളെല്ലാം ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട് മറ്റേ PS4 ഗെയിമിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം കൊടുക്കും. പിന്നെ ഒരു ബർഗറിൻ്റെ ഔട്ട്ലെറ്റ് അതുണ്ടായിരുന്നു ഇവർക്ക്. എന്താ ബീസ്റ്റ് ബർഗേഴ്സ് അതൊക്കെ നിർത്തിപ്പോയി കേട്ടോ. അതിടയ്ക്ക് അതിന്റെ പേരിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതല്ലാണ്ട് പുള്ളി ഇതുപോലെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ബർഗറിന്റെ ഒരു ഫ്രാഞ്ചൈസി പുള്ളി തന്നെ ഓപ്പൺ ചെയ്തു. അത് കുറച്ച് നാളത്തേക്ക് ആൾക്കാർക്ക് ഫ്രീ അവിടെ ബർഗർ കൊടുക്കുന്നു. സോ അങ്ങനെ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മളിവിടെ തീരുവാണ്. അപ്പോൾ എഗൈൻ ഈ ഒരു ടോപ്പിക്ക് കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഡിബേറ്റും സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സും കമൻറ്റൊക്കെ താഴെ പറഞ്ഞറിയിക്കുക. നിങ്ങളുടെ എന്താണ്, നിങ്ങൾ ഏത് സൈഡിലാണ്, യുനോ ഈ ബാക്ക് ആൻഡ് ഫോർത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഡിബേറ്റ് സംഭവം ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് സംഭവം പറഞ്ഞ് നിങ്ങൾ അറിയിക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് സജഷൻ സംഭവം ഉണ്ടെങ്കിൽ അതും പറഞ്ഞറിയിക്കുക. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് ഡിസ്കവർ ചെയ്തതെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ലൈവായിട്ട് ഒരു ലോങ് ഫോർമാറ്റ് ലൈവാണ് നമ്മൾ പോകുന്നത് എല്ലാ ഫ്രൈഡേസിലും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ 24ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഫുൾ ലൈവൊക്കെ കാണണം. അത്രയും അനാവശ്യമായിട്ടുള്ള സമയമുള്ള ആൾക്കാരാണെങ്കിൽ അതും പോയി കാണുക. അത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി കണ്ടറിയാം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സംഭവങ്ങൾ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ടാപ്പ് ചെയ്തിട്ട് കാണാം. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ ലൈവ് ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. സോ ഗൈസ് അഗൈൻ ടേക്ക് കെയർ ഗൈസ്, ടേക്ക് കെയർ, ബൈ ബൈ. ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ പറഞ്ഞു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്, ബൈ ബൈ.